ലൈംഗികാരോപണ കേസിൽ ഉൾപ്പെട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുന്നു. രാഹുലിനെതിരെ DGPക്ക് പരാതി നൽകി ആദ്യ പരാതിക്കാരിയുടെ മുൻ ഭർത്താവ്. രാഹുൽ തന്റെ കുടുംബം തകർത്തുവെന്നും വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചതായും യുവാവ് പറഞ്ഞു. വിഷയം മാധ്യമങ്ങളുടെ വാർത്തയായപ്പോൾ തന്നെ വിഷയത്തിലേക്ക് വലിച്ചിട്ട് മാനഹാനി വരുത്തിയെന്നും യുവാവ് പരാതിയിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ബലാത്സംഗ പരാതികളിൽ പോലീസിന്റെ അന്വേഷണം തുടരുന്നതിനിടെയാണ് രാഹുലിനെതിരെ DGPക്ക് പരാതിയുമായി ആദ്യ പരാതിക്കാരിയുടെ മുൻ ഭർത്താവ് രംഗത്തെത്തിയിരിക്കുന്നത്. 2022 മാർച്ച് മുതൽ താൻ യുവതിയുമായി ഇഷ്ടത്തിലായിരുന്നു. 2024 ഓഗസ്റ്റ് 22 ഗുരുവായൂരിൽ വെച്ച് രക്ഷിതാക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വിവാഹം നടന്നു. തുടർന്ന് യുവതി ജോലി ചെയ്യുന്ന ജില്ലയിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് തങ്ങൾ ഒരുമിച്ച് താമസിച്ചുവെങ്കിലും പ്രായമായ രക്ഷിതാക്കളെ നോക്കുന്നതിനായി തനിക്ക് പലപ്പോഴായി സ്വന്തം ജില്ലയിലേക്ക് പോവേണ്ടി വന്നു. അതിനിടെ താനും പരാതിക്കാരിയുമായി ചില സൗന്ദര്യ പിണക്കങ്ങളും സംഭവിച്ചിരുന്നു. എന്നാൽ അത് മുതലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഭാര്യയായിരുന്ന യുവതിയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചുവെന്നും ശേഷം യുവതിയെ ഗർഭിണിയാക്കുകയും ഗർഭചിത്രം ചെയ്യാൻ നിർബന്ധിച്ചതായും ഉൾപ്പെടെയാണ് പരാതിയിൽ പറയുന്നത്. കോടതിയിൽ രാഹുൽ പറഞ്ഞത് ഭാര്യയുമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് പരിഹരിക്കാനായാണ് എത്തിയത് എന്നാണ്. എന്നാൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് എത്തിയെന്ന് പറയുന്ന രാഹുൽ ഒരു തവണ പോലും തന്നെ വിളിച്ചിട്ടില്ല എന്നും വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും ലൈംഗിക താല്പര്യം കൊണ്ടും ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ടതുകൊണ്ടുമാണ് രാഹുൽ തൻ്റെ ഭാര്യയായിരുന്ന യുവതിയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചത് എന്നും യുവാവ് പരാതിയിൽ പറയുന്നു. രാഹുൽ ബോധപൂർവം തൻ്റെ കുടുംബജീവിതം തകർക്കുകയായിരുന്നു. ലൈംഗികത തെറ്റാണെന്ന് താൻ പറയുന്നില്ല. എന്നാൽ മറ്റൊരാളുടെ ഭാര്യയുടെ വയറ്റിൽ തനിക്കൊരു കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെടുകയും അവസാനം ഗർഭിണിയായപ്പോൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. കൂടാതെ രാഹുലിന് പരാതിക്കാരിയിലുണ്ടായ കുഞ്ഞിൻ്റെ പിതൃത്വം തൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ബോധപൂർവം ശ്രമം നടന്നുവെന്നും വിഷയം മാധ്യമവാർത്തയായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിലെ പ്രധാന പല നേതാക്കളും ചേർന്ന് താനും പരാതിക്കാരിയുമൊത്തുള്ള വിവാഹ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും തനിക്കും കുടുംബത്തിനും അഭിമാനക്ഷതം സൃഷ്ടിക്കുകയും ചെയ്തു. തൻ്റെ ലൈംഗിക ശേഷിയെപ്പോലും ചോദ്യം ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകൾ നവമാധ്യമങ്ങളിൽ ഉണ്ടായി. ഇതെല്ലാം തന്നെ മാനസികമായി തളർത്തിയെന്നും തനിക്കും കുടുംബത്തിനുമുണ്ടായ മാനനഷ്ടത്തിനും സാമ്പത്തിക നഷ്ടത്തിനും BNS 84 പ്രകാരം കേസെടുക്കണമെന്നും യുവാവ് പരാതിയിൽ പറയുന്നുണ്ട്. ജനം, പാലക്കാട്.